എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കുറച്ച് ദിവസം വീഡിയോകളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസത്തെ അവധിക്ക് നാട്ടിലേക്കൊന്ന് പോവുകയാണ്. ഞാനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ നജീം ജി. സ്ഥലം വയനാടാണ്. വയനാട് സ്വദേശമാണ്. അത് ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മളിവിടുന്ന് നേരെ ദുബൈയിലേക്കാണ്. ദുബൈയിൽ നിന്ന് നേരെ കൊച്ചിയാണ്. ദുബൈയിൽ ഒരു ദിവസം ഉണ്ടാവും. പുള്ളിയുടെ സഹോദരൻ മകൻ അവിടെ ഉണ്ട്. ഞങ്ങളൊരു ദിവസം ദുബൈയിലുണ്ടാവും. ഞങ്ങളുടെ കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. നല്ല തണുപ്പാണ് അല്ലേ? മൈനസാറ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ പോസ്റ്റൽ സെൻട്രൽ സ്റ്റേഷനാണ്, ക്ലോണി എന്ന് പറയും. ഇവിടെ നിന്ന് നമ്മൾ വാർസയിലേക്ക് 4.5 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. അവിടുന്ന് ട്രെയിനാണ്. ഇവിടുന്ന് നേരെ വാർസയിൽ നിന്ന് നേരെ ദുബൈയിലേക്കാണ്. അന്നേരം നമ്മുടെ യാത്രാവിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ബാക്കി വിശേഷങ്ങളെല്ലാം പിറകെ കാണാം. ഇത് നമ്മളുടെ സെൻട്രൽ സ്റ്റേഷനാണ്, പോസ്റ്റൽ ക്ലോണി. ഇവിടുന്ന് ജർമ്മനി അങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ട്രെയിനും പിന്നെ ഓരോ സ്റ്റേറ്റിലേക്കുള്ള ട്രെയിനുകൾ ഇവിടുന്നാണ്. ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് KW ആണ്. KW എന്ന് വെച്ചാൽ ലോക്കലി യാത്ര ചെയ്യാനുള്ള ട്രെയിനാണ്. ലഗേജുകളൊക്കെയാണ്. ഇവിടുന്ന് ഇപ്പം 12:30 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. 12 മണിക്ക് ട്രെയിൻ കയറിയിട്ടാണ് നമ്മളൊരു 3:30 മണിയാകുമ്പോഴേക്കും വാർസ സെൻട്രൽ സ്റ്റേഷനിലെത്തും. അന്നേരം ഞങ്ങൾ വാർസയിലേക്കുള്ള ട്രെയിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 3.5 മണിക്കൂറത്തെ യാത്രയുണ്ടാവും. ഏകദേശം ഒരു 3:30 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. ഇത് ട്രെയിനിൻ്റെ ഉൾഭാഗമാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്. 2 കോച്ചാണ്. ഇത് ബെർലിന് വരുന്ന ട്രെയിനാണ്. ബെർലിൻ, ജർമ്മനി. നമ്മളെ നജീംബായ് പുള്ളിയുണ്ട്. പുള്ളി വയനാടാണ്. ഞങ്ങൾക്ക് 2 കോഫി കുടിക്കാനായിട്ട് കിട്ടും വണ്ടിക്കകത്ത്. ഇവിടുത്തെ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. എവിടെ നിൽക്കുന്നത് ശരിയല്ല കേട്ടോ. തിങ്കളാഴ്ച ആവും വീട്ടിലെത്തും. എയർപോർട്ടിൽ 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ. ഭയങ്കര 50,000 കിലോമീറ്റർ.
Io non voglio più riesco. നിറയെ മഞ്ഞ് വീണ പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് ട്രെയിനിൻ്റെ ഇടനാഴിയാണ്. ഇത് നമ്മൾ നിറയെ മഞ്ഞാണ്, ആ കാണുന്നത് മൊത്തം മഞ്ഞാണ്, ഫുള്ള് മഞ്ഞിലാണ്, ഫുള്ള് മഞ്ഞാണ് ട്രെയിനിൻ്റെ ഉൾവശം. ഞങ്ങളങ്ങനെ വാർസ സെൻട്രൽ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. വാർസ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി ഇവിടെ നിന്നും ഞങ്ങളെന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുക. നേരെ ഷോപ്പിന് ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, വാർസയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടത്തേക്ക് പോകണം. നല്ല തണുപ്പുണ്ട്. -10 മേലെയാന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്. മൈനസ് എത്രയാ? -10 മേളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഇവിടുന്ന് നേരെ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് ഇപ്പോൾ 9:15 ഫ്ലൈറ്റാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് നടക്കുന്നുണ്ട്. പുള്ളി ഭയങ്കര തമാശക്കാരനാണ് കേട്ടോ. 9:15 ഇവിടുന്ന്. ദുബായ് സമയം 6 മണിക്ക് ദുബായിലെത്തും. പിന്നെ ഞങ്ങൾ ദുബായിൽ ഒരു ദിവസമുണ്ട്. ദുബായിൽ കുറച്ച് കറക്കമൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു സഹോദരൻ്റെ പുത്രനോടുണ്ട്. അത്തരം ബാക്കി വിശേഷങ്ങളൊക്കെ ദുബായി ചെന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ ദുബായ് ഫ്ലൈറ്റിലോട്ടുള്ള യാത്രയിലാണ്. ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുക. മഞ്ഞാണ് രാവിലെ കൂടെ നല്ല രീതിയിലാണ്. നല്ല മഞ്ഞ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് നമ്മൾ നേരെ ദുബായിലേക്കാണ്. നമ്മളെ ക്യാമറ സഹായിക്കുന്നത് നജീബ് സാഹിബാണ്. ക്യാമറയ്ക്ക് പിന്നിൽ മഞ്ഞിടക്കുന്ന രാവിലെ ദുബായിലെത്തി. ദുബായിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കറക്കമൊക്കെ ഉണ്ട്. അതിനുശേഷം വൈകിട്ട് 8:30 ഇവിടുന്ന് ഫ്ലൈറ്റ് നേരെ കൊച്ചിയിലേക്ക്. പൈസ ഉണ്ട് വണ്ടി
ഓ എൻ്റെ മോനെ സെറ്റപ്പ് അല്ലേ. ഇതൊന്നും അങ്ങനെയൊന്നും യൂറോപ്പിൽ കാണില്ല കേട്ടോ. അല്ല ഇതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർക്കിംഗ് നിരത്തി ഉണ്ടാക്കിയിരിക്കുന്നൊക്കെ അത് വെള്ളം ഒലിച്ചാല് പോകുന്ന കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷെ അത് പോവാതെ അങ്ങനെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓ ഇതിവിടെ പിന്നെ കടലാണല്ലേ. ഇത് കടലിന്റെ ഭാഗമല്ലേ? കടലിന്റെ ഭാഗമല്ലേ? ആ അപ്പൊ നിങ്ങൾ പറഞ്ഞ മറ്റേ സംഭവം ശരിയാവും. ആണോ? ഏത് മറ്റേ കടലിറങ്ങിയതോ? ആ നമ്മള് വന്ന റോഡ് അതാണോ? അല്ലല്ലോ. ഞാനത് ഇവിടുന്ന് ഏതൊരു മറ്റേ എന്താ ഹെലിപ്പാഡ് എന്താണെന്ന് വിചാരിച്ചു. അവിടെ ഇങ്ങനെ അങ്ങോട്ട് വലത്ത് ഇങ്ങോട്ട് തിരിഞ്ഞത് കേറി പോണ് ഈ വണ്ടികളത് അങ്ങനെ ഷാർജ ഇങ്ങനെ ഈ മലന്റെ ഇടയിൽ കൂടെ പോകുന്ന റോഡ് അല്ലേ? എന്താണ് സക്കീർഖാനെ വിളിച്ചെന്നാ? ഇല്ല, സക്കീർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെവിടെയാ? അബുദാബിയാണ്. അവളും മക്കളും ഇവിടെ ഇല്ലല്ലോ? വന്നായിരുന്നോ? ഈ സാധനമാണത് രാത്രി പൈസ ഉണ്ട്, പൈസ ഉണ്ട്. വണ്ടി വണ്ടി ഓ എൻ്റെ മോനെ സെറ്റപ്പ് അല്ലേ. ഇതൊന്നും അങ്ങനെയൊന്നും യൂറോപ്പിൽ കാണില്ല കേട്ടോ.
അല്ല ഇതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർക്കിംഗ് നിരത്തി ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞത് ഇതുണ്ട് ഈ കാറ്റ് അത് വെള്ളം ഒലിച്ചാല് പോകുന്ന കണ്ടീഷനിലാണ് ഉള്ളത്. പക്ഷെ അത് പോവാതെ അങ്ങനെ നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിവിടെ അപ്പോൾ നമ്മൾ രാവിലെ ദുബായിലെത്തി. ദുബായിലെത്തിയ ശേഷം നജീമുക്കയുടെ ബന്ധു വന്ന് കൊണ്ടുപോയി. ഇത് ഇമാമ്, നമ്മുടെ സുഹൃത്ത്, ബാല്യകാല സുഹൃത്ത്, അയൽവാസി. പുള്ളി 10-16 വർഷമായിട്ട് ദുബായിലാണ്. അങ്ങനെ ഞാൻ രാവിലെ പുള്ളി എന്നെ വിളിക്കാൻ വന്നു. പുള്ളിയുടെ വീട്ടിലായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ വൈകുന്നേരമായി. നേരെ എയർപോർട്ടിൽ പോവുകയാണ്. നജീമുക്ക ഇവിടെ കുറേ പാർക്കിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. നേരെ എയർപോർട്ടിലെത്തും എന്നാണ്. ഇനിയിപ്പം രാവിലെ വെളുപ്പിനെ നമ്മൾ 2 മണിക്ക് കൊച്ചിയിലെത്തും. അതോടുകൂടി നമ്മളെ യാത്ര അവസാനിക്കുകയാണ്. ഇനി ബാക്കി നാട്ടിലുള്ള വിശേഷങ്ങളാണ്. അന്നേരം ഇനിയിപ്പോൾ നമുക്ക് നാട്ടിലെ പുതിയ വീഡിയോകളൊക്കെ ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങളാണ്. അതുപോലെല്ലാം ഇതിപ്പോൾ ഏത് റോഡാണ് റെക്കോർഡ്? ഇത് അല്ലാതെ റോഡ് കിസേസ് ലുലു ആണ്. ലുലു മർക്കിസീസ് അല്ലേ? എയർപോർട്ടിലോട്ടോ വഴിയില്ലേ? മെട്രോ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ മുമ്പിൽ കാണും. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ഇവിടെ മുകളിൽ മെട്രോ വന്ന് കാണാം. വൈകുന്നേരം നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ് അല്ലേ? വൈകുന്നേരം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററാ? 2 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ അവസാനം നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. നജീമൊക്കെ 6:30 തന്നെ എയർപോർട്ടിലെത്തി. ഇനി നേരെ കൊച്ചിയാണ്. ഞങ്ങൾ 1 മാസം നാട്ടിലുണ്ടാവും. ഇപ്പം നേരെ കൊച്ചി. നാട്ടിലെ കുറച്ച് വീഡിയോസൊക്കെ കാണാം.